الحمد لله أحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده حمدا كثيرا طيبا مباركا على كل حال. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ സദാ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനും അതേ അവസ്ഥയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുവാനും സർവശക്തനായ റബ്ബ് നാം എവിടെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്ത് നഹലിലെ 97-ാമത്തെ വചനമാണ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചത്. നമുക്കൊക്കെ പരിചയമുള്ള രണ്ട് പദങ്ങളാണ് ഈമാനും ഇസ്ലാം. ഈ രണ്ട് പദങ്ങളും വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് ഈ പദങ്ങളെക്കുറിച്ച് പരിചയമുള്ള ആളുകളിൽ അധിക പേർക്കും അറിവുണ്ടാവുകയില്ല. ഈമാൻ എന്നാൽ വിശ്വാസം എന്നും ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നുമാണ് ഭാഷയിൽ പൊതുവെ അർത്ഥം പറയാറുള്ളതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ജീവിതകാലത്തിൽ അനിവാര്യമായും വിശ്വസിക്കേണ്ടതും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്നും ഉണ്ടാകേണ്ടതായ കർമ്മങ്ങളിലുമാണ് മതത്തിൽ ഈമാൻ എന്നും ഇസ്ലാം എന്നും പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്ത് ഹുജറാത്തിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു ഈ രണ്ട് പദങ്ങളും തമ്മിലുള്ള അർത്ഥവ്യത്യാസം വളരെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. മദീനയുടെ ചുറ്റുപാടും താമസിച്ചിരുന്ന അസദ് ഗോത്രക്കാരായ ആളുകൾ നാട്ടിൽ ക്ഷാമം പിടിപെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭിച്ചേക്കും എന്ന് ധരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയുണ്ടായി. ഞങ്ങൾ സത്യവിശ്വാസികളാണ്, മോചികളാണ് എന്ന് പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ കിട്ടാനുള്ള സഹായം ഒന്നുകൂടി വർദ്ധിക്കും എന്ന നിലക്ക് അവർ പ്രവാചകനെ സമീപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ ഞങ്ങൾ അത്രയും സത്യവിശ്വാസികളാണ്, ഇപ്പോൾ നാട്ടിൽ ക്ഷാമം പിടിപെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല നിലക്കും ഞങ്ങളെ സഹായിക്കണം
എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അവരുടെ ഉള്ളിലുള്ള വിശ്വാസം എപ്രകാരമാണ് എന്ന് ഒലി പറയാത്ത പ്രവാചകനെ അറിയില്ല എന്നതുകൊണ്ട് തന്നെ അല്ലാഹു അവിടെ ഇറക്കിയ ആയത്താണ് സൂറത്തുൽ ഹുജറാത്തിലെ 14-ാമത്തെ വചനം. ഹാലത്തിൽ അഅറാബു ആമന്ന. മുഹമ്മദ് നബിയിലെ കുറെ അഅറാബികൾ, അഭിനിഷ്ഠരായ കുറെ അറബികൾ താങ്കളെ സമീപിച്ചുകൊണ്ട് ആമന്ന, ഞങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, മതത്തിൽ അനിവാര്യമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിച്ചവരാണ് ഞങ്ങൾ എന്ന് നബിയെ അവർ താങ്കളോട് പറയുന്നു. നബി അതിനോട് മറുപടി പറയണം, ഞാൻ തോന്നിനോ, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഈമാന്റെ ഉടമകൾ അല്ല നിങ്ങൾ. ഒരാൾക്കും ഓരോ അസ്ലംന, ഞങ്ങൾ വഴിപ്പെട്ടിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ഈമാനും ഈമാൻ എന്നത് നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ കടന്നിട്ടില്ല എന്ന് അവരോട് മറുപടി പറയാൻ. അപ്പൊ മനസ്സിൽ യഥാർത്ഥ വിശ്വാസം ഇല്ലാതെ തന്നെ എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ഒരാൾക്ക് ഇസ്ലാമായി അഭിനയിക്കാൻ സാധിക്കും. യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള കർമ്മങ്ങളാണ് അല്ലാഹുവിൽ സ്വീകാര്യമാവുക. ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ, ആദർശങ്ങൾ മനസ്സിൽ തട്ടാതെ തന്നെ ബാഹ്യമായി ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, സംസ്കാരങ്ങൾ, വേഷഭൂഷാദികൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ജനങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുകയും അത്തരം കാര്യങ്ങൾ നേടിക്കഴിയുമ്പോൾ പഴയതിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഇത് നിഫാഖാണ്, കാപട്യമാണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷയ്ക്ക് അർഹമാകുന്ന ഒരു വിഭാഗമാണ് കാപട്യം കൊണ്ട് നടക്കുന്നവർ. വിശ്വാസികളായ നമ്മുടെ ഇടയിൽ ഈ തരത്തിലുള്ള ഒരു പ്രവണത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അഅറാബികളുടെ ഈ ചരിത്രം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു എടുത്തു പറഞ്ഞതിന്റെ ഉദ്ദേശം. സത്യവിശ്വാസികളെ കാണുമ്പോൾ അവർ പറയും, ഞങ്ങളും നിങ്ങളെപ്പോലെ മോഹിനികളാണ്. അവരുടെ യഥാർത്ഥ വിവാഹത്തിൽ തിരിച്ചുപോയാൽ ഞങ്ങൾ നിങ്ങളുടെ മുഖം തന്നെയാണ്. താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ ആളുകളായി അവരെ കൂട്ടം കൂടിയതാണ്. ഇന്നമായ മുസ്തഹദിഹൂൻ, യഥാർത്ഥത്തിൽ ഞങ്ങൾ അവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു യസ്തഹദിഉ ബിഹി വയമുദ്ദുഹും ഫീ തുമയ്യാനിഹി യഹ്മഹൂൻ. എന്നാൽ മനസ്സിലാക്കുക, ഇത്തരം കാപട്യം വെച്ച് നിലനിർത്തിക്കൊണ്ട് ഭൗതിക താല്പര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന മനുഷ്യരെ അല്ലാഹു നിങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. വയമുദ്ദുഹും ഫീ തുമയ്യാനിഹി യഹ്മഹൂൻ. നിങ്ങളുടെ ഈ നിലപാടിൽ യഥേഷ്ടം വിജയിക്കാനായി അല്ലാഹു നിങ്ങളെ അഴിച്ചുവിടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അൽബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ശർറുൻ നാസ് ദുൽവജ്ഹൈനി, ഇരട്ട മുഖമുള്ള മനുഷ്യന്മാർ, ദുൽവജ്ഹൈനി, രണ്ട് മുഖമുള്ള മനുഷ്യന്മാർ, അവരാണ് മനുഷ്യന്മാരിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകൾ. ശർറുൻ നാസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഹ്ദി ആഹുലാഹി ബിവജ്ഹിഹി വയഹ്ദി ആഹുലാഹി ബിവജ്ഹിഹി. ഇവിടെ വരുമ്പോൾ ഒരു മുഖം, അവിടെ വരുമ്പോൾ വേറൊരു മുഖം. എവിടെ നിന്നാണ് കാര്യങ്ങൾ സാധിക്കുക? അതിനനുസരിച്ച് പരിസ്ഥിതികൾക്കനുസരിച്ച് നിറം മാറുന്ന ഒരു ജീവിയെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. ആ ജീവിയെ പോലെ ഒരിക്കലും വിശ്വാസികളായ നമ്മൾ ആവാൻ പാടില്ല. അപ്പം ഇസ്ലാം ഉണ്ടാവേണ്ടത് ഈമാനിൽ നിന്നാണ്. ഈമാൻ ഇല്ലാത്ത ഇസ്ലാം ഭൗതികമായി നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുമെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ അത് വിലപ്പോവുകയില്ല. ഒരാൾ നമസ്കരിക്കാൻ വരേണ്ടത്, കൃത്യമായി നമസ്കരിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എല്ലാവരും നമസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ മാത്രം നമസ്കരിക്കാതിരുന്നാൽ ആക്ഷേപാർഹനാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരുന്നവരാണ് യഥാർത്ഥത്തിൽ അയാൾ നമസ്കരിക്കുക എന്ന ഇസ്ലാമിന്റെ ആജ്ഞക്ക് കീഴ്പ്പെടുന്നു. മനസ്സിൽ വിശ്വാസമില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പറഞ്ഞിട്ടുണ്ട്,
അവലുമായി പരലോകത്തെ വെച്ച് ഒരു അടിമ ഒരു വിശ്വാസി ഒന്നാമതായി വിചാരം ചെയ്യപ്പെടുന്ന അവന്റെ നമസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ വിചാരണയിൽ അവൻ രക്ഷപ്പെട്ടാൽ അവന്റെ മറ്റ് അമലുകളുടെ വിചാരണയൊക്കെ വളരെ ലളിതമായിരിക്കും, അവൻ രക്ഷപ്പെടും എന്ന് അവസരം പറഞ്ഞിട്ടുണ്ട്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ നമസ്കരിക്കാൻ വരുമ്പോൾ അവന്റെ നമസ്കാരം അവന് ഈമാനുമുണ്ട്, അവന് ഇസ്ലാമുമുണ്ട്, വിശ്വാസവുമുണ്ട്, നമസ്കരിക്കുവാനുള്ള ആ ആജ്ഞയുടെ സമർപ്പണമുണ്ട്. എന്നാൽ ഈ വിശ്വാസം മനസ്സിൽ ഇല്ലാതെ ചേർന്ന് സമർത്ഥമാകുമ്പോൾ അത് അല്ലാഹു സ്വീകരിക്കാത്ത അമലാണ്. ജുമാഅത്ത് നേരത്തെ വരാൻ വേണ്ടി നമുക്ക് പ്രേരണയാവേണ്ടത് എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ കാര്യമാണ്. ധൃതി പിടിച്ചുകൊണ്ട് ജുമാഅത്ത് വരാനുള്ള അല്ലാഹുവിന്റെ കൽപ്പനയാണ്. മനസ്സുകൾ രജിസ്റ്റർ ഉണ്ടാവുകയില്ല എന്ന വിശ്വാസത്തോടുകൂടി ഒരാൾ ജുമാഅത്ത് വരുന്നു. അല്ല വെള്ളിയാഴ്ചയല്ലേ എല്ലാവരും ജുമാഅത്ത് പോകുന്നുണ്ടല്ലോ, പോകാതിരുന്നാൽ എങ്ങനെ? അതുകൊണ്ട് ഇമാം സലാം വീട്ടിൽ മുമ്പായി ചെന്ന് അവസാനത്തെ ആ തഹിയ്യത്തിൽ തുടർന്നിട്ട് ജുമാഅത്ത് ഞാനും പങ്കെടുത്തിട്ടുണ്ട് എന്ന് നിർബന്ധം കൊള്ളുമ്പോൾ അത് ഈമാന്റെ അടിസ്ഥാനത്തിലുള്ള സമർപ്പണമാവുന്നില്ല. ഇങ്ങനെ ഓരോ അമലുകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്ന സ്വാലിഹായ അമലായി മാറണമെങ്കിൽ മനസ്സിൽ നിന്നും ഉത്ഭൂതമാകുന്ന ആ നിയത്തിന്റെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആകുമ്പോൾ മാത്രമാണ് പരലോകത്ത് നമ്മുടെ രക്ഷപ്പെടുന്ന അമലുകളായി അത് മാറുക. അതുകൊണ്ട് തന്നെ പൂർവീകരായ പണ്ഡിതന്മാർ ഈമാനിന് ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. എന്താണ് അൽ ഈമാനോ ബൈനൽ ഖൗഫി വറജാഇ? ചില ഗ്രന്ഥങ്ങളിൽ അൽ ഈമാനോ ബൈന റഹബത്തി വറഹബത്തി എന്നും കാണാൻ സാധിക്കും. ഈമാൻ എന്ന് പറയുന്നത് ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ്. ഒരു സൽക്കർമ്മം ചെയ്യാൻ നമുക്ക് പ്രേരണയാവേണ്ടത്, പ്രചോദനമാവേണ്ടത് ഈ സൽക്കർമ്മത്തിന് എനിക്ക് അല്ലാഹുവിൽ നിന്നും കിട്ടാനുള്ള പ്രതിഫലം എത്ര വലുതായിരിക്കും എന്ന പ്രതീക്ഷയാണ്. ഒരു സൽക്കർമ്മം ചെയ്യാൻ കഴിവുണ്ടായിട്ടും ചെയ്യാതിരിക്കുമ്പോൾ നമ്മെ പിടികൂടേണ്ടത് ഞാൻ ചെയ്യാതിരുന്നാൽ അല്ലാഹുവിൽ എനിക്ക് കിട്ടുന്ന ശിക്ഷ എത്ര വലുതായിരിക്കും. ഒരു വശത്ത് ഭയം, മറുവശത്ത് പ്രതീക്ഷ. ഇത് രണ്ടിന്റെ ഇടയിൽ നിന്നുമാണ് ഈമാൻ ഉണ്ടാവേണ്ടത്. ഒരു ദുഷ്കർമ്മത്തിൽ നിന്നും വിട്ടു നിൽക്കുവാൻ നമുക്ക് പ്രചോദനമാവേണ്ടത്. ഇത് ഞാൻ ചെയ്താൽ ആളുകൾ അറിയും, നാട്ടിൽ ഞാൻ പേരുള്ളവരാണ്, നാട്ടിൽ ഞാൻ സ്ഥാനമുള്ളവരാണ്, ആളുകളുടെ ഞാൻ മോശക്കാരനാകും എന്നതുകൊണ്ടല്ല ഒരു തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കേണ്ടത്. ഇതെനിക്ക് എത്രമാത്രം ലക്ഷക്കണക്കിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഇടപാടായാൽ പോലും അല്ലാഹു വിലക്കിയതാണ്. അല്ലാഹുവിന് മുമ്പിൽ എനിക്ക് മറുപടി പറയാൻ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിന് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുമ്പോൾ അത് ഭയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പിന്മാറലാണ്. അത് അല്ലാഹുവിന്റെ സൽക്കർമ്മമാണ്. അപ്പോൾ ഒരു നന്മ ചെയ്യാൻ നമുക്ക് പ്രചോദനമാകേണ്ടത് അല്ലാഹുവിന്റെ പ്രതിഫലത്തെ കുറിച്ചുള്ള പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് പ്രചോദനയാവേണ്ടത്, പ്രേരണയാവേണ്ടത് അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയമാണ്. ഇതാണ് യഥാർത്ഥ ഈമാൻ. അൽ ഈമാനു ബൈനൽ ഖൗഫി വറജാഇ. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഇത് തന്നെയാണ് മറ്റേ വചനത്തിലും റഹബത്ത് എന്ന് പറഞ്ഞാൽ ഭയം, റഹബത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഈ നിലക്കായിരിക്കണം നമ്മുടെ ജീവിതം. എന്ത് തന്നെ എനിക്ക് ഭൗതികമായ നേട്ടങ്ങൾ, സുഖങ്ങൾ, സൗകര്യങ്ങൾ ലഭിക്കുമെങ്കിൽ തന്നെയും ഇത് അല്ലാഹു നിരോധിച്ച കാര്യമാണ്, അത് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈമാൻ. അതുകൊണ്ട് ഇസ്ലാമും ഈമാനും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നാൽ ഇത്തരത്തിലുള്ള ഈമാന്റെ ഉടമകളായി മാറാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ? ഒരു ആത്മപരിശോധന നമ്മൾ നടത്തണോ? ഇങ്ങനെ ഇടപെടങ്ങളിൽ നിന്ന് നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയിട്ടുണ്ട്. ഏതൊക്കെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ പ്രതീക്ഷയിൽ നമ്മൾ മോഹം വെച്ചുകൊണ്ട് നമ്മൾ അതിൽ മത്സരിച്ച് മുന്നേറിയിട്ടുണ്ട്. നമ്മൾ ഇന്ന്
ചിന്തിച്ചു നോക്കുക. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈമാനെ മാറ്റി പരിശോധിക്കാനുള്ള ഒരു മാർഗം പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഹ തഅദുൽ ഈമാൻ, ദാഹ തഅദുൽ ഈമാൻ. ഒരാൾ ഈമാന്റെ മാധുര്യം ആസ്വദിച്ചു കഴിഞ്ഞു. എങ്ങനെയുള്ളതാണ്? 3 കാര്യങ്ങളാണ് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ ആരാണ് റബ്ബായിട്ട് തൃപ്തിപ്പെട്ടത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെയും ഒരു ദിവസം അല്ലാഹുവിന്റെ മുമ്പിൽ ആവർത്തിച്ച് പറയുന്നു അല്ലാഹു അക്ബർ. പ്രധാനത്തിൽ നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ആ സമയം തൊട്ട് നമ്മൾ കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ. എന്തായാലും അർത്ഥം അല്ലാഹുവാണ് ഏറ്റവും വലുത്, അല്ലാഹുവാണ് ഏറ്റവും വലുത്, അക്ബർ ഏറ്റവും വലുത്. തുടർന്ന് നമ്മൾ ഓരോ വഖത്തിലും ആവർത്തിച്ച് പറയുന്നു. എന്നാൽ ഒരു ദിവസത്തെ ജീവിതത്തിൽ ഏതൊക്കെ രംഗങ്ങളിൽ നമ്മളീ പറഞ്ഞത് സത്യസന്ധമായി നിലനിർത്താൻ പുലർത്താൻ നമുക്ക് സാധിക്കുന്നു? അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് മാറിയിട്ടുണ്ടോ, അഥവാ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചെറുതാവുകയാണ്? വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാതെ വരുമ്പോൾ അവിടെയും ഉണ്ടാകുന്ന നിഫാഖ്. മനസ്സിലാകും, നിഫാഖിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ നിഫാഖിന്റെ ഭാഗമാണ്. ഏതൊക്കെ രംഗങ്ങളിൽ നമ്മൾ അല്ലാഹു അക്ബർ ഒരു ദിവസത്തെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു? മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആരാണ് അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് അവൻ കാണുന്നത് ആ റബ്ബിന്റെ വിധികളും വിലക്കുകളും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ബന്ധമായിട്ട് ഖുർആനിൽ പറഞ്ഞ മാതാപിതാക്കളുടെ ബന്ധത്തെക്കുറിച്ച് പോലും അല്ലാഹു പറഞ്ഞു, അല്ലാഹു കഴിഞ്ഞാൽ നീ ഏറ്റവും ആദരിക്കുവാൻ, നീ ഏറ്റവും ബഹുമാനിക്കുവാൻ അർഹതപ്പെട്ട നിന്റെ മാതാപിതാക്കളാണെങ്കിൽ പോലും അല്ലാഹുവിൽ പങ്കുചേർക്കുവാൻ, അല്ലാഹുവോടൊപ്പം മറ്റാരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, അല്ലാഹുവിനെ കൂടാതെ ചാട്ടങ്ങളും നേർച്ചകളും വഴിപാടും വർദ്ധിക്കുവാൻ എന്നോട് കൽപ്പിച്ചാൽ ആ വിഷയത്തിൽ ആ മാതാപിതാക്കളെ നീ അനുസരിക്കരുത്. കാരണം അല്ലാഹുവാണ് നിനക്ക് ഏറ്റവും വലുത്, അല്ലാഹുവാണ് നിനക്ക് ഏറ്റവും വലുത്. നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ സംരക്ഷിക്കുന്നത്, നിന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആ റബ്ബ്, ആ റബ്ബിന്റെ വിധികളും വിലക്കുകളും പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ജനഹിതത്തെക്കാൾ ഏറ്റവും വലുത് എന്ന് നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കാത്ത കാലത്തോളം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ അല്ലാഹു അക്ബർ അതിന്റെ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ടിട്ടല്ല പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് സാധിച്ചുള്ളൂ എങ്കിൽ നമ്മൾ ഈമാന്റെ മാധുര്യം ആസ്വദിച്ചു കഴിഞ്ഞു. രണ്ടാമതായി പറഞ്ഞു, ഇസ്ലാം മതത്തെ അവനെ ദീനായി തൃപ്തിപ്പെടാൻ സാധിക്കണം. ഇസ്ലാമിന്റെ വിധികളും വിലക്കുകളും അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് പ്രയാസമാണ്, ക്ലേശമാണ്, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ എപ്പോഴെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ നമുക്ക് തോന്നാറുണ്ടോ എങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല. മൂന്നാമതായി പറഞ്ഞു, മുഹമ്മദിൻ നബിയ്യ, അവന്റെ ജീവിതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കണം അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണിത്. അപ്പോൾ അല്ലാഹു അവന്റെ റസൂലിനെ, അവന്റെ ദീനി, ഈ ദീനിന്റെ വിധിവിലക്കുകൾ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ നിയമങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ, ഇസ്ലാം ദീനിൽ മൊത്തത്തിലുള്ള വിധിവിലക്കുകൾ, ഇത് ഏറ്റവും വലുതായി കണ്ട ഒരു മനുഷ്യൻ അവന്റെ ഈമാൻ പൂർത്തിയായി, അവന്റെ ഈമാൻ അത് മാധുര്യം അവൻ ആസ്വദിച്ചു കഴിഞ്ഞു.
വേറെ ഹദീസിലെ ആശയം തന്നെ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ ഈമാന്റെ മാധുര്യം ആസ്വദിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതേ വിഷയം തന്നെ അള്ളാഹു സംസാരിക്കുന്നതായി കാണാൻ സാധിക്കും. വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്. ഏത് നിമിഷത്തിലാണ് ഈ ദുനിയാവിനോട് നമ്മൾ വിട പറയുക എന്നത്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു മകലോടെന്നും അറിയില്ല. ഏത് ഭൂമിയിൽ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് മരണപ്പെടുക എന്നത് ഒരു മനുഷ്യനും അറിയില്ല. ഇങ്ങനെ അനിവാര്യമായ ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ ആ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് രക്ഷയാകുന്നത്, നമ്മെ സഹായിക്കുന്നത്, നമുക്ക് താഴാവുന്നത് ഈ പരിശുദ്ധ ഖുർആനനുസരിച്ചിട്ടുള്ള നബിചര്യ അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. എത്രയൊരു കയ്യക്കാത്ത ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവരോടൊപ്പം 3 കാര്യങ്ങളുണ്ടാകും. ഇറച്ചിയുടെ ഇതിനാൽ 2 എണ്ണം ഈ ദുനിയാവിലേക്ക് തന്നെ തിരിച്ചു വരും. വാഹിദ്, 1 അവരോടൊപ്പം ഉണ്ടാകും. ആ 3 കാര്യങ്ങൾ അഹലുഹു മാലുഹു അമലുഹു. മരണപ്പെടുന്ന മനുഷ്യരോടൊപ്പം അവന്റെ അഹലുണ്ടാവും, അവന്റെ കൂട്ടുകുടുംബ ബന്ധുക്കളുണ്ടാവും, അവന്റെ സമ്പത്ത് ഉണ്ടാവും, അവന്റെ അമലുണ്ടാവും. സമ്പത്തും അവന്റെ ബന്ധുക്കളും ഈ ദുനിയാവിലേക്ക് തന്നെ മടങ്ങും. 1 അവനോടൊപ്പം ഉണ്ടാവും. അമലുഹു, അവന്റെ അമലാണ് അവനോടൊപ്പം ഉണ്ടാവുക എന്ന് നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ സഹായത്തിനുണ്ടാവുക, പരലോകം നമ്മുടെ രക്ഷക്കുണ്ടാവുക, മനസ്സറിയിൽ നമുക്ക് തണലായിട്ടുണ്ടാവുക ഈ ദീനിന്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള നമ്മുടെ ജീവിതമാണ്. ഇതാണ് ഓരോ പ്രഭാഷണത്തിന്റെയും ഓരോ കുടുംബയുടെയും ആമുഖമായി പറയാറുണ്ടായിരുന്നത്. പരിശുദ്ധമായ ആയത്താണ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം, പ്രകാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഒരാളുടെ നോക്കുന്നില്ല ഉണർത്തും മുസ്ലിമോ, നിങ്ങൾ അള്ളാഹുവിനെ പരിപൂർണമായി സമർപ്പിച്ച മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. ഇങ്ങനെ നമുക്ക് ജീവിച്ചാൽ എന്താണ് അതുപോലുള്ള നേട്ടം? ഇങ്ങനെ നമ്മൾ ജീവിക്കാതിരുന്നാൽ എന്താണ് അതുകൊണ്ടുള്ള കോട്ടം? പ്രവാചകന്മാർ ഒരുപാട് വന്നിട്ട് അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്തിട്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഭൗതികമായ സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോയ ഒരുപാട് സമൂഹങ്ങളുടെ നാശത്തിന്റെ കഥകൾ പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. എന്നിട്ട് അവയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓരോന്നിന്റെ അഹലത്തോട് ആഹനോ വ്യക്തമോ ഈ നശിപ്പിക്കപ്പെട്ട ഈ സമൂഹമുണ്ടല്ലോ, ഓരോന്നിന്റെ അഹലത്തോട് ഈ നാട്ടുകാർ ആ മനോ അവിടെ ദൃഢമായി അള്ളാഹുവിനും അതുപോലെയുള്ള അദൃശ്യമായ മറ്റു കാര്യങ്ങളിലും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സൂക്ഷ്മതയോടെ ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ദുനിയാവിൽ തന്നെ നാം അവർക്ക് എന്തുമാത്രം സുഭിക്ഷ നൽകുമായിരുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അതിന്റെ ഗുണം പരലോകത്തല്ല. ഇത് അഴയും മറക്കാത്തം ഇനസ്തമാക്കി വരാം. ഈ ദുനിയാവിൽ വെച്ച് തന്നെ നാം അവർക്ക് സുഭിക്ഷ നൽകുമായിരുന്നു. ഒരാൾക്ക് കത്തവോ, പക്ഷെ അവർ അള്ളാഹുവിനെ ദീനെ കടമാക്കിക്കൊണ്ട് ഈ താൽക്കാലികമായ ഈ ദുനിയാവിനെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിൽ അവർ മതിമറന്നുകൊണ്ട് നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നത്, നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ദുനിയാവിനെയാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ആഹാരത്തോ ഒരു പരലോകമുണ്ട്. ഈ ദുനിയാവിനെ അപേക്ഷിച്ച് എത്രയോ ഉത്തമമാണ്, എത്രയോ കോടാനുകോടി ഒരിക്കലും നശിക്കാത്ത ശാശ്വതമാണ്. മഹാനായ പ്രവാചകൻ
സ്വലാത്തു വസ്സലാം സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ പിന്തിരിഞ്ഞു പോയപ്പോൾ ആ പ്രവാചകൻ ആ സമൂഹത്തെ ക്ഷണിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, മാലക്കും ഇല്ലാഹിൻ ഗൈറുഹു, അവനല്ലാത്ത ഒരു ആരാധനകൾ ഇല്ലേ ഇല്ല, ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിച്ച് ജീവിച്ചാൽ അലൈക്കും വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, അവന്റെ ആകാശത്തിൽ നിന്നും ധാരാളമായി നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് നിങ്ങളുടെ ഭൂമി ഫലഭൂയിഷ്ടമാക്കി തരും. ഒരൊന്നിരിക്കും ബിഅംവാലിൻ വബനീൻ, മക്കളെ കൊണ്ടും സമ്പത്തിനെ കൊണ്ടും അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും കൊണ്ട് മാനിച്ചുകൊണ്ട് ജീവിച്ചാൽ ജലാലഭരണത്തെ അവിടെ ചെന്നിട്ടല്ല, ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു പറയുന്നത്. സൂറത്ത് അഅറാഫിലെ 96-ാമത്തെ ഭാഗം വായിച്ചു നോക്കൂ. ഉലവന്റെ അഹ്ലൽ വസഖു തഫഖന അലൈഹി ബറകാതൻ മിനസ് സമാഇ വൽ അർദ്, ഉപലോകത്തിൽ നിന്നും അല്ലാഹു മഴ വർഷിച്ചു തരും. ഭൂമിയിൽ എല്ലാ വിധത്തിലുള്ള ഫലവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവൻ സുഭിക്ഷത ഈ ദുനിയാവിൽ നൽകും. പക്ഷെ ഒരാളിൽ കടന്നു അവർ കളവാക്കി, അതിന്റെ പേരിൽ അവർ നശിപ്പിക്കപ്പെട്ടു. വിശ്വാസ സമൂഹമേ, പരിശുദ്ധ ഖുർആൻ പാരായണ സമൂഹമേ, ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനുകൾ പഠിക്കുക, ആ ഖുർആനിനെ അനുസരിച്ച് ആ തിരുസുന്നത്തെ നിങ്ങൾ ജീവിക്കുക. നിങ്ങൾക്ക് ദുനിയാവിൽ സുഭിക്ഷ നൽകും. നമുക്ക് അല്ലാഹു ദുനിയാവിൽ സുഭിക്ഷ നൽകും. പരലോകത്തോ തകഫർനാ അലൈഹിം സയ്യിആതിഹിം വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ നഈം. പരലോകത്തെ വിചാരങ്ങളിൽ ദുനിയാവിൽ അവർ എങ്ങനെ ജീവിച്ചതിന്റെ പേരിൽ തകഫർനാ അൻഹും സയ്യിആതിഹിം, അവരിൽ നിന്നുണ്ടായ ചെറിയ ചെറിയ തിന്മകൾ, അവർ തൗബ ചെയ്യാൻ വിട്ടുപോയ, അവർ മറന്നുപോയ ചെറിയ ചെറിയ തിന്മകളൊക്കെ തകഫർനാ, നാം അത് അവഗണിച്ചു കഴിയും, അത് വിചാരം ചെയ്യുകയില്ല. അനുഗ്രഹീതമായ ആ സ്വർഗത്തിലേക്ക് നാം ഇതിൽ പരമാവതാൻ പറയാം. നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഇസ്ലാമിന്റെ വിധികളും വിലക്കുകളും പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുക, റസൂലുള്ളാഹിന്റെ ശൈലികൾ മനസ്സിലാക്കുക, അത് ഹൃദയത്തോട് ജീവിക്കുക. അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ദുനിയാവ് സുഖം, പരലോകത്ത് ഉന്നതനഹും ജന്നാത്തിനായി. ഇതിൽ പരം എന്തൊരു സുഖമാണ് ഒരു മനുഷ്യന് അവരുടെ ഈ ജീവിതം കൊണ്ട് നേടാറുള്ളത് നമ്മൾ ആലോചിച്ചു. ഇനി ഞാൻ നിങ്ങളെ ആമുഖമായി ഒരു കേൾപ്പിച്ച സൂറത്തുൽ നഹ്ലിനെ കുറിച്ചാണ് അവിടെ അല്ലാഹു പറഞ്ഞ വിഷയം മറ്റൊന്നല്ല. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, മൻ അമില സാലിഹൻ, ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, ആളുകളുടെ വ്യത്യാസം. അവിടെ ഇത്രയും നേരം പറഞ്ഞ വിഷയമാണ്. ഒരു പ്രവർത്തനം നല്ല പ്രവർത്തനമാണെന്ന് നാലാൾ പറഞ്ഞതുകൊണ്ട് അത് അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ അത് അമൽ സാലിഹാവുന്നില്ല. അല്ലാഹുവിന്റെ കണ്ടീഷൻ വെച്ചു, ഈ പ്രവർത്തനം അല്ലാഹു കാണുന്നുണ്ട്, എനിക്ക് അല്ലാഹുവിൽ നിന്നും ഇതിന്റെ പ്രതിഫലം ഉറപ്പാണ് എന്ന വിശ്വാസത്തോടു കൂടി ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, ഈ ദുനിയാവിൽ തന്നെ നല്ല വിശിഷ്ടമായ നല്ല ജീവിതം ഈ ദുനിയാവിൽ തന്നെ നാം അവന് നൽകുന്നു. അവന്റെ ഈ ജീവിതത്തിന്റെ അങ്ങനെ അവൻ ജീവിച്ചതിന്റെ ഫലമായതിന്റെ പ്രതിഫലം ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട്. നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ മോഹങ്ങളെ നമ്മളൊന്ന് നിയന്ത്രിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ആ വൃത്തത്തിൽ നമ്മൾ ഒതുങ്ങി ജീവിച്ചാൽ മതി. ദുനിയാവിൽ അല്ലാഹു നന്നാക്കി തരും, പരലോകം നന്നാക്കി തരും. ഇതിൽ വേറൊരു സുഖം, വേറൊരു കാര്യം എന്താണ് അല്ലാഹു ഓർമ്മപ്പെടുന്നത്. അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ
എന്തെങ്കിലും തർക്കങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? ഈ വിഷയത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിലേക്ക് നമ്മൾ മടങ്ങുക. അതാണ് ഉത്തമം. ഏറ്റവും നല്ല മടക്കവും അത് തന്നെയാവുന്നു. ഈ തലത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കണമെന്ന്. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരന്മാരും അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ നിന്നും അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിൽ നിന്നും നാം ഒരു വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അത് നമ്മുടെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ പലപ്പോഴായിട്ടും പല വിഷയങ്ങളെക്കുറിച്ചും നമ്മുടെ സഹോദരന്മാരിൽ നിന്നും കേൾക്കാൻ സാധിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ ഒരു സൂറത്തുണ്ട്, അഹ്സാബ്. അതിന്റെ 36-ാമത്തെ വചനം നമ്മൾ വായിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ള നമ്മുടെ വാദം ശരിയല്ല എന്ന് നമുക്ക് കാണാം. അതിന് പറയാൻ ഇതൊക്കെ നമ്മുടെ യുക്തിക്ക് യോജിക്കണ്ടേ, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കണ്ടേ. അന്യതാവകാശം സ്ത്രീക്കൊന്ന് പുരുഷന് 2 എന്താണത്? അപ്പം ആ ആയത്ത് നമുക്ക് പഠിക്കാം. ഏതൊരു കാര്യവും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് എതിരാണ്, നമുക്കത് യോജിക്കുന്നില്ല എന്ന നിലക്ക് ഒരാൾ തള്ളുകയാണെങ്കിൽ അല്ലാഹു ാമത്തെ വചനമാണ്. ഒരു സത്യവിശ്വാസിയായ പുരുഷനോ ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീക്കോ പാടില്ലാത്തതാണ് ഇതാ അല്ലാഹു റസൂലുഹു അംറ, അല്ലാഹുവോ അവന്റെ റസൂലോ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും ആ വിധിക്ക് എതിരായിട്ട് സ്വന്തം നിലക്കുള്ള ഒരു തീരുമാനം, ഒരു മാറ്റത്തിരുത്തൽ വരുത്തുവാൻ സത്യവിശ്വാസിയായ പുരുഷനോ സത്യവിശ്വാസിയായ സ്ത്രീക്കോ പാടില്ലാത്തതാകുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അല്ലാഹു അതിനെ വിശേഷിപ്പിച്ചത് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണക്കേട് എന്നാണ്. അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും അനുസരണക്കേട് കാണിക്കുന്നതോ അവൻ സന്മാർഗം വിട്ട് വളരെ വിദൂരം ദുർമാർഗത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നതിനാണ്. അപ്പം ഇസ്ലാമിന്റെ വിധി ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അസലാത്തില്ലാതെ എങ്കിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല. സർവ്വലോക രക്ഷിതാവായ റബ്ബിന്റെ ഈ വിധിക്ക് മുമ്പിൽ ഞാനിതാ എന്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ എന്റെ തീരുമാനം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വിധിക്ക് മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈത്യത്തിന് മുമ്പിൽ സമർപ്പിക്കലാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതിന്റെ ഫലം നമ്മൾ പറഞ്ഞല്ലോ. ഖുർആനിലെ 3 ആയത്തുകൾ നാം കേൾപ്പിച്ചു. ഇനിയും ഒരുപാട് ആയത്തുകളുള്ള വിഷയമായിട്ടുണ്ട്. സൂറത്തുൽ സലാഹ് പോയി നോക്കിയാൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു മക്കളിൽ ഒരു പുറത്തേക്കുള്ള വഴി, ഒരു പോംവഴി നാം അവനെ ഉണ്ടാക്കിക്കൊടുക്കും. അവൻ കണക്കുകൂട്ടാത്ത രൂപത്തിൽ അവന്റെ പ്രയാസങ്ങളെ അവന്റെ ദുരിതങ്ങളെ നാം മാറ്റിക്കൊടുക്കുമെന്ന് നിരവധി സ്ഥലങ്ങളിൽ അല്ലാഹു നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിപൂർണമായി വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഭാരങ്ങളെ അവന്റെ കീഴിൽ അവൻ തന്നെ അടിയുറപ്പിച്ചു നിർത്തും. മുഹമ്മദ് അള്ളാഹു നിങ്ങളുടെ ഭാരങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ നിയന്ത്രണം നമുക്കുള്ളത്. എനിക്ക് അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന നിയന്ത്രണം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു ഒരു ഇറച്ചിമുക്ക അത്തരം ഒരു ജീവിതം നീ നയിക്കുമ്പോൾ ജനങ്ങളിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്സഹകരണമുണ്ടാകാം, പല പ്രയാസങ്ങളുണ്ടാവാം, പലതിനോടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കും. ജനങ്ങളിൽ നിന്നും നിനക്കുണ്ടാവാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവരിൽ നിന്നും അള്ളാഹുവിനെ കാത്തുരക്ഷിക്കും. നമ്മൾ തയ്യാറെടുക്കുക. പരിശുദ്ധമായ നിന്നും തിരുത്തുന്നതിൽ നിന്നും ദീൻ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ പാതയിൽ സുഹൃത്ത് നിൽക്കുവാൻ, അങ്ങനെ ജീവിക്കുവാൻ, അങ്ങനെ മരിക്കുവാൻ അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുവാനായിരിക്കും. അതിന് മര്യാദയിൽ അനുഭവിക്കുക തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു മാറാവട്ടെ. പല തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആശ്വാസം നൽകുമാറാവട്ടെ, രോഗശീലം നൽകുമാറാവട്ടെ. اللهم صل للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. നമ്മുടെ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നു കാണാൻ പ്രവേശിക്കുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടതായി നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ നമ്മുടെ ഈ നല്ല ചെയ്യുന്നത് എല്ലാവരും